ക്രിസ്മസിലൂടെ ഒരു തിരുക്കുടുംബത്തിൻ്റെ ഓർമ്മകളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. വളരെ പരിപാവനമായൊരു കുടുംബം. നമ്മുടെ എല്ലാവരുടെയും സങ്കല്പമാണ്, പ്രാർത്ഥനയാണ്, നസ്രത്തിലെ തിരുക്കുടുംബം പോലെ എൻ്റെ കുടുംബമാക്കി മാറ്റണമെന്ന്. ഒന്നാലോചിച്ച ഈ പ്രാർത്ഥനകളൊക്കെ നമ്മൾ അവസാനിപ്പിക്കും. ആർക്കാണ് നസ്രത്തിലെ കുടുംബം പോലൊരു കുടുംബം വേണ്ടത്? ജനിക്കും മുമ്പേ തന്നെ ഉദരത്തിലെ കുഞ്ഞിനെക്കുറിച്ച് പ്രശ്നങ്ങളുണ്ടാകാവുന്ന ഒരു കുടുംബമാണത്. ജന്മം നൽകാൻ ഇടമില്ലാതൊരു സ്ത്രീ നിറവയറുമായി അലയുന്ന ഒരു കുടുംബം. ജനിച്ച ആ രാത്രിയിൽ തന്നെ ഈജിപ്തിലേക്ക് പലായനം ചെയ്യേണ്ടി വരുന്ന കുടുംബം. ഒളിവിൽ കഴിയേണ്ടി വരുന്ന ഒരു കുടുംബം. മരണഭീതിയിലാണ്. പിന്നെയും പറയാനുള്ള കാര്യങ്ങളിൽ അത്ര രസകരമായ അനുഭവങ്ങളൊന്നുമില്ല. കുറച്ച് നാളൊരാൾ സെലിബ്രിറ്റിയെ പോലൊക്കെ ആയി ക്രിസ്തു. പക്ഷേ ക്രിസ്തുവിനറിയാം ഇതിൻ്റെ അവസാനം എന്താണ്. മനുഷ്യപുത്രൻ പാപികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും. അവർ അവനെ കുരിശിൽ തറച്ചു കൊല്ലും. അത് മറിയത്തിനും അറിയാം. ആ യാത്രയിൽ എവിടെ വെച്ചോ ജോസഫ് പോയി. പിന്നെ അമ്മയും മകനും മാത്രം. പിന്നെ മകൻ അറസ്റ്റ് ചെയ്യപ്പെട്ടു, ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടു, അമ്മയുടെ കൺമുമ്പിൽ വെച്ച് കുരിശിൽ തറച്ച് കൊല്ലപ്പെട്ടു. ആ മൃതശരീരം കുരിശിൽ നിറക്കി ഈ അമ്മയുടെ മടിയിൽ കിടത്തി. ഇതാണ് തിരുക്കുടുംബം. അതാണ് പറഞ്ഞത്, ഒന്നാലോചിച്ചാൽ ഈ കുടുംബം ആർക്കും വേണ്ട. പിന്നെ ഇതിനെ തിരുക്കുടുംബം എന്ന് പറയുന്നത് എന്താ? അത് നമ്മുടെ മനസ്സിലിരിക്കുന്ന സങ്കല്പങ്ങൾ കൊണ്ടല്ല, ജീവിതം അതിജീവനമാണെന്ന് പഠിപ്പിച്ചൊരു കുടുംബം. ഒന്നിനെക്കുറിച്ചും താരതമ്യ പഠനങ്ങളില്ല. എൻ്റെ വീടെന്താണ് ഇങ്ങനെ, മറ്റൊരു വീട്ടിൽ ഒരുപാട് സുഖസൗകര്യങ്ങൾ, എൻ്റെ വീടിങ്ങനെ എന്ത്, ഞാൻ എന്തുകൊണ്ടിങ്ങനെ, എനിക്കെന്ത് ഈ കഷ്ടപ്പാടുകൾ? ഇല്ല, ഇതെൻ്റെ ജീവിതം. ജീവിതം ഓരോരുത്തർക്കും ഓരോന്നാണ്. ദിസ് ഈസ് മൈ ലൈഫ്. ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകും. എന്നിട്ടും ഞാനതിനെ ജീവിതമെന്ന് വിളിക്കുന്നത് ജീവിതം അതിജീവനമാണെന്ന് എനിക്കറിയാവുന്നത് കൊണ്ടാണ്. നമ്മുടെ വീടൊക്കെ നസ്രത്തിലെ തിരുക്കുടുംബം പോലെയായി മാറും. എങ്ങനെയാണ്? കുറച്ച് പ്രശ്നങ്ങളൊക്കെ വീട്ടിലില്ലേ? ക്രിസ്തുവിൻ്റെ കൃപയിൽ, ദൈവകൃപയിൽ എല്ലാം അതിജീവിച്ച് മുമ്പോട്ട് പോകാൻ, എന്നിട്ടും മാറാതെ ജീവിതത്തെ നേരിടാൻ, എന്നിട്ടും അർത്ഥം മനസ്സിലാക്കി ജീവിതവുമായിട്ട് മുമ്പോട്ട് പോകാൻ, അതിന് നമ്മുടെ മുമ്പിൽ വെളിച്ചമുള്ളൊരു കുടുംബമുണ്ട്. ബെത്ലഹേമിൽ ആരംഭിച്ച ക്രിസ്തുവിൻ്റെ തിരുക്കുടുംബം. ആ കുടുംബം നമ്മളോട് പറയും, ജീവിതം അതിജീവനം തന്നെയാണ്. ക്രിസ്മസ് മംഗളം.